നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം അറിയാമോ? ഒരിക്കലും ഒരു കൊച്ച് അച്ഛനോട് എന്ന് ചോദിച്ചു, അച്ഛ എൻ്റെ മൂല്യം എന്താണെന്ന് ചോദിച്ചു. അച്ഛനകത്ത് പോട്ടെ ഒരു തിളക്കമുള്ളൊരു കല്ല് കൊണ്ടുവന്ന് മോൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് പറയുന്ന 3 പേരുടെ അടുത്ത് നീ കൊണ്ടേ കാണിക്കുക. അവർ ഇതിൻ്റെ വില ചോദിക്കുവാണെങ്കിൽ നീ ഉത്തരം ഒന്നും പറയരുത്, 2 പേരിൽ പൊക്കി കാണിക്കുക. അവരെത്ര വില പറഞ്ഞാലും വിൽക്കരുത്, തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. ആദ്യം നീ ഒരു വഴിയിൽ കച്ചവടം നടത്താൻ ആ ചേച്ചിയെ കണ്ടോ, ആ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. ഈ കൊച്ചു കല്ലുമായിട്ട് ഓടിച്ചെന്നിട്ട് ആ കല്ലെടുത്ത് ആ ചേച്ചിയെ കാണിച്ചു. അപ്പോൾ ചേച്ചി നോക്കിയിട്ട്, ഇത് കൊള്ളാമല്ലോ, തിളക്കമുണ്ടല്ലോ, ഈ കല്ല് നീ കൊടുക്കുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ അക്വറിറ്റി സൂക്ഷിക്കാനേ, എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചു എന്ത് ചെയ്തു? 2 പേരിൽ പൊക്കി കാണിച്ചു. അപ്പോഴേ ആ ചേച്ചി പറഞ്ഞു, 2 രൂപയുള്ളൂ, ഞാനിപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ച് ഓടി അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അച്ഛാ ആ ചേച്ചി ഈ കല്ലിന് 2 രൂപ വില പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ കാണുന്ന മ്യൂസിയമില്ലേ, ആ മ്യൂസിയത്തിൽ സ്റ്റാഫുണ്ട്, പുള്ളിയെ കൊണ്ടേ കല്ല് കാണിച്ചു തരാൻ പറഞ്ഞു. ഓടിക്കൊണ്ടുവന്ന് മ്യൂസിയത്തിലെ സ്റ്റാഫിൻ്റെ കല്ല് കാണിച്ചു. പുള്ളി നോക്കിയപ്പോൾ നല്ല തിളക്കമുണ്ട്, നല്ല കല്ലാണ്, അതായത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം വിലയുള്ള കല്ലാണ്, മ്യൂസിയത്തിൽ ഞാൻ സൂക്ഷിച്ചോളാം, നിനക്ക് എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചെന്ത് ചെയ്തു? 2 പേരിൽ പൊക്കി കാണിച്ചു. 2000 രൂപയോ, ഇപ്പോൾ തന്നെ തരാമല്ലോ എന്ന് പറഞ്ഞു. കൊച്ചിന് ഭയങ്കര സന്തോഷമായി. 2ൽ നിന്ന് 2000 വില കൂടി ഒറ്റയിരിക്കുക. ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ മ്യൂസിയത്തിൽ 2000 പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ വിൽക്കട്ടെ എന്ന് ചോദിച്ചു. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരാളെ കൂടെ പോയി കാണണമെന്ന് പറഞ്ഞു. അതാണ്ട് അവിടെയുള്ള ജ്വല്ലറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ജ്വല്ലറി കൊണ്ട് ഈ കല്ല് കൊണ്ട് കാണിച്ചു. ആ കല്ല് കണ്ടപ്പോൾ തന്നെ പുള്ളി ഒരു വെൽവെറ്റിൻ്റെ തുണി മേടിച്ച് വെച്ചിട്ട് അതിലോട്ടെ കല്ല് വെച്ച്, എന്നിട്ട് മറ്റേ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഇല്ലേ, ഭൂതക്കണ്ണാടി, അതിലൂടെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കി, അതിൻ്റെ സൈഡെല്ലാം നോക്കിയിട്ട്, മോനെ ഇതൊരു അമൂല്യമായ കല്ലാണ്, ഈ കല്ല് സ്വർണത്തോടൊപ്പം ചേർത്താൽ ആ ആഭരണത്തിൻ്റെ വില ഇരട്ടിക്കുകയും ചെയ്യും, നിനക്ക് എത്ര രൂപ തരണമെന്ന് ചോദിച്ചു. ഈ പയ്യൻ 2 പേരിൽ പൊക്കി കാണിച്ചു. 2 ലക്ഷം രൂപയോ, തരാമല്ലോ എന്ന് പറഞ്ഞു. കൊച്ചു ത്രില്ഡായി. നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛാ 2 ലക്ഷം രൂപ തരാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ കല്ല് മേടിച്ച് കൈ വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെയാണ് നീ നിന്റെ മൂല്യം തിരിച്ചറിയേണ്ടത്. നമ്മുടെ വില തിരിച്ചറിയുന്ന ആൾക്കാർ എടുത്ത് ചെല്ലുമ്പോഴേ നമ്മുടെ യഥാർത്ഥ വില അവർ തിരിച്ചു പങ്കുവെക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ വില അറിയാത്ത ആൾക്കാർ എടുത്തു പോയാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും അവർ ശ്രദ്ധിക്കാൻ പോകുന്നത്. സംശയം ഉണ്ടെങ്കിൽ നീ ആ കച്ചവടക്കാരുടെ അടുത്ത് എന്നിട്ട് പറ, ഈ കല്ലിന് 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഈ കല്ലിനെ ഇതിന് 2 ലക്ഷം രൂപ, അതൊക്കെ വട്ടായിരിക്കും എന്ന് പറയും. നീ ഇങ്ങനത്തെ ആൾക്കാരോട് നിന്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചാൽ, നിന്റെ ആശയങ്ങൾ പങ്കുവെച്ചാൽ നിന്നെ മണ്ടനായിട്ടായിരിക്കും അവർ ചിത്രീകരിക്കുന്നത്. അവർ എടുത്തു പോയി നമ്മുടെ വില കളയരുത്. 2, നീ ആ മ്യൂസിയത്തിൽ ആളെടുത്ത് പോയില്ലേ, അവിടെ 2000 രൂപ പറഞ്ഞില്ലേ, പെട്ടെന്ന് നിന്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചില്ലേ? ചില ജോലി കിട്ടുമ്പോൾ നീ വിചാരിക്കും ഇതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വരുമാനം. അതിൻ്റെ പുറകെ ജീവിതം മൊത്തം പാഴാക്കരുത്. നമ്മൾ ചേരേണ്ട അടുത്ത് പോയി ചേരണം. അവിടെ ചേരുമ്പോൾ നിന്നോടൊപ്പം ചേരേണ്ട വ്യക്തികൾ കൂടെ വരുമ്പോൾ നിന്റെ മൂല്യം ഇരട്ടിക്കും. സ്വർണത്തിനോടൊപ്പം ചേരുമ്പോൾ ആ കല്ലിൻ്റെ വില ഇരട്ടിക്കും. നമ്മൾ എത്തേണ്ട അടുത്ത് വേണം എത്തിച്ചേരാൻ. ചോദ്യം, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ആൾക്കാരുടെ ഒപ്പമാണോ അല്ലയോ?